CCMC കഴിഞ്ഞവർക്ക് നല്ലൊരു വേക്കൻസി വന്നിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യേണ്ട ടൈം വന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് 12-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. 2025 ഓഗസ്റ്റ് 12-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. എക്സാം ഉണ്ടായിരിക്കുന്നത് 2025 ഓഗസ്റ്റ് 24-നാണ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നത്. സോ എന്തൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയാസ്, എന്തൊക്കെയാണ് എലിജിബിലിറ്റീസ് എന്നൊക്കെ ഞാനിപ്പോൾ പറഞ്ഞുതരാം. CCMC കഴിഞ്ഞവർക്ക് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 1 ജനുവരി 2008 ആൻഡ് 1 ഡിസംബർ 2000 ഇതിനിടയിലായിരിക്കണം. കുട്ടിക്ക് 2 വർഷത്തെ ഇളവുണ്ട്. അതായത് 2008-നും 1998-നും ഇടയിൽ ജനിച്ച കുട്ടികൾക്കാണെങ്കിൽ, പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് എലിജിബിലിറ്റി. അതായത് CCMC കഴിഞ്ഞിട്ട് ഉള്ളവർ, അവർക്ക് എല്ലാ STCW സർട്ടിഫിക്കറ്റ്സും ഉണ്ട്. കൂടാതെ 10ാം ക്ലാസ്സിൽ നമുക്ക് 50% മാർക്കും ഇംഗ്ലീഷിൽ 50% മാർക്കും ഉണ്ടായിരിക്കണം. ഇതുകൂടാതെ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് വരുന്നവർക്കും നമുക്ക് ചേരാൻ പറ്റുന്നതാണ്. അവർക്ക് എന്താണ് ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എലിജിബിലിറ്റി +2 പാസ്സായവരായിരിക്കണം. +2 ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഓക്കെയാണ്. 50% മാർക്ക് ഉണ്ടായിരിക്കണം. പ്ലസ് ഇംഗ്ലീഷിൽ 50% മാർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ BSc ഹോട്ടൽ മാനേജ്മെന്റ് ഇല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് 3 വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞവരായിരിക്കണം. ഇവർക്കും ഇതിലേക്ക് GS ആയിട്ട് കയറാൻ പറ്റും. അപ്പോൾ 2025 ഓഗസ്റ്റ് 12-ാം തീയതിയാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് എൻട്രൻസ് എക്സാമിന്റെ. അപ്പോൾ നമുക്ക് വെബ്സൈറ്റിൽ തന്നെ പോയിട്ട്, സിനർജി മെറിടൈമിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് തന്നെ നമുക്ക് ഇത് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. സോ അതിൽ ത്രൂ നിങ്ങൾക്ക് പോയിട്ട് ചെയ്യാവുന്നതാണ്. എക്സാം ഉണ്ടായിരിക്കുന്നത് ഓൺലൈൻ ത്രൂ ആയിരിക്കും. ഓൺലൈൻ ത്രൂ ആണ് എക്സാം ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തന്നിരിക്കും. ആ ലിങ്ക് ത്രൂ ആണ് നിങ്ങൾ കയറിയിട്ട് ഓൺലൈനിലേക്ക് കൂടിയാണ് എക്സാം നിങ്ങൾ ചെയ്യേണ്ടത്. 200 മാർക്കത്തെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ അകത്ത് 100 മാർക്ക് ക്വസ്റ്റ്യൻ GP റേറ്റിംഗിൽ വരുന്ന ജനറൽ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും, പിന്നെ വരുന്നത് 100 ക്വസ്റ്റ്യൻസ് വരുന്നത് ജനറൽ നോളജ്, ഇംഗ്ലീഷ്, പിന്നെ ജിയോഗ്രഫി, പിന്നെ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. എക്സാമിന്റെ ടൈമിംഗ് എന്ന് വെച്ചാൽ 180 മിനിറ്റ് ആണ്. അതായത് 3 അവേഴ്സ് നമുക്ക് ടൈം ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ്. നമുക്ക് റോങ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിന് 0.25 മൈനസ് ആയിരിക്കും. അതേപോലെ തന്നെ അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് 0 ആയിരിക്കും. ഇതാണ് ക്രൈറ്റീരിയാസ്. മൊത്തം 200 ക്വസ്റ്റ്യൻസ്, 200 മാർക്ക്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് പാസ്സാവാൻ പറ്റുന്ന ഒരു നല്ല ചാൻസ് ഉള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അറ്റൻഡ് ചെയ്യുക. ഇനി അടുത്തത് വരുന്നത് GS റാങ്കിൽ. ട്രെയിനി GS ആയിട്ട് കയറണമെന്നുണ്ടെങ്കിൽ സെയിം ഇതാണ്, GP റേറ്റിംഗ് പോലെ തന്നെയാണ്. 200 മാർക്കിൻ്റെത് 200 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഓരോ മൈനസ് പോയിന്റിനും 0.25 എന്ന് വെച്ച് പോകും. അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസിനെല്ലാം 0 മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. 3 മണിക്കൂറാണ് ഇതിൻ്റെയും എക്സാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന 100 ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് ബിവറേജ്, ഫുഡ് പ്രൊഡക്ഷൻ, ഹൈജീന്, അതേപോലെ തന്നെ ഫുഡ് സേഫ്റ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും 100 ക്വസ്റ്റ്യൻസിന് വരുന്നത്. പിന്നെ വരുന്ന 100 മാർക്കിൻ്റെ 100 ക്വസ്റ്റ്യൻസ് വരുന്നത് ഇംഗ്ലീഷ്, ജനറൽ നോളജ്, പിന്നെ ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ ജിയോഗ്രഫി, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അതിൽ വരുന്നത്. സോ എന്തായാലും ഈ എക്സാം മിസ് ചെയ്യാതെ തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്.